ദേവസേന വെച്ച് കളിച്ചത്. നീ ഈ പറയുന്ന നുണയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കരുതരുത്. നീ എന്നെ ഒരിക്കൽ കൊല്ലാൻ ശ്രമിച്ചവളാ, എന്റെ അച്ഛന്റെ ജീവൻ എടുത്തവളാ. ഇപ്പോ ദേവസേനയെ കടത്തിക്കൊണ്ടു പോയതും നീ തന്നെയാ. നീ എന്നോട് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ഞാൻ പോട്ടെ എന്ന് കരുതി പലതവണ വിട്ടതാ. എന്നാ ദേവസേനയെ വെച്ച് നീ ഇപ്പൊ കളിച്ച കളിയില്ലേ, ഒരിക്കലും നിനക്കതിന് മാപ്പില്ല നന്ദിനി. ഗംഗേ, ഗംഗേ, അവളെ അടിക്കരുതെന്നാ പറഞ്ഞേ. തടയണ്ട, ഇത് ഞങ്ങൾ തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാ. ഇതിൽ വേറെ ആരും ഇടപെടണ്ട. അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അവൾക്ക് സമാധാനം കിട്ടിയേക്കും. തടയരുത്. എന്താ സഹതാപത്തോടെ സംസാരിച്ച എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ നീ? ഞാൻ മാറില്ല നന്ദിനി, ഒരിക്കലും നിനക്കിനി മാപ്പും തരില്ല. നിന്റെ ആഗ്രഹം സാധിച്ചില്ലേ? ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. നീ സത്യം എന്താണെന്ന് അറിയാതെയാണ് ഗംഗ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നമ്മൾ തമ്മിലുള്ള ബന്ധം നീ മനസ്സിലാക്കിയ നീ ഇപ്പൊ ചെയ്തതിനൊക്കെ പശ്ചാത്തപിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അത്രയ്ക്ക് ആഴമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നേ. എന്ത് ബന്ധമുണ്ടെന്ന്? നാഗമ്മയായി കരുതി ഞാൻ നിന്നെ തൊഴുതിരുന്ന ആ ബന്ധമൊക്കെ എന്നേ മുറിഞ്ഞു പോയതാ. ഇനി നീ എന്റെ ശത്രുവാണ് നന്ദിനി. അല്ല, നീ എന്നിൽ നിന്ന് എത്ര ദൂരം അകലാൻ ശ്രമിച്ചാലും ഒരിക്കലും നിനക്കതിന് സാധിക്കില്ല. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. ബന്ധമല്ല, പകയാണ് എനിക്ക്. നീ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് നിന്നോട് കുറച്ച് പറയാനുണ്ട്. അടുത്ത നുണ പറയാൻ പോവല്ലേ? നമ്മൾ രണ്ടുപേരും അനിയത്തിയും ചേച്ചിയോ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണ് നമ്മൾ. നീ എന്റെ കൂടെ പിറന്ന അനിയത്തിയാ. ഇങ്ങനെയുള്ളൊരു ബന്ധം ഇപ്പോഴാണ് ഞാനും അറിഞ്ഞത്. എന്റെ അച്ഛനെ കൊന്നതും പോരാഞ്ഞ് അതെല്ലാം തേച്ചു മാച്ചു കളയാൻ ഇപ്പൊ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനല്ലേ? നീ ഒരു നാഗമാണ്, ഞാൻ മനുഷ്യ സ്ത്രീ. രണ്ട് വർഗങ്ങളാണ് നമ്മൾ. പിന്നെ എങ്ങനെ നിനക്ക് എന്നെ കൂടെ പിറപ്പാകാനാകും? രണ്ടുപേരുടെ രൂപം ഒരേപോലെ ആയത് അതുകൊണ്ടല്ലേ? ഒരേ രൂപത്തിലാണെന്ന് കരുതി അനിയത്തി ചേച്ചി ആകുമെന്നാ? പാപം ചെയ്യുന്നവർക്ക് കൂടി നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. എന്നാ നന്മ ചെയ്യുന്നവർക്ക് പോലും ദ്രോഹം മാത്രം ചെയ്യുന്നവളാ നീ. നമുക്കുള്ളിൽ ഇങ്ങനെ യാതൊരു സ്വഭാവ സാദൃശ്യം ഇല്ലാത്തപ്പോ നമ്മൾ എങ്ങനെ പിന്നെ ഒരമ്മയുടെ മക്കളെ മാറുന്നത്? ഞാൻ നിന്നോട് കാണിച്ച ഭക്തിക്ക് നീ യോഗ്യത ഇല്ലാത്തവളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുക. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിരുന്ന ഗംഗ ഇപ്പൊ ജീവനോടില്ല നന്ദിനി. ഗംഗേ, നന്ദിനി പറയുന്നതൊക്കെ സത്യമാ മോളെ. മണികണ്ഠൻ നിന്റെ വളർത്തച്ഛൻ മാത്രമാ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. എനിക്കും ഈ നാഗമായ നന്ദിനിക്കും നിങ്ങൾ പറയുന്ന യാതൊരു ബന്ധവുമില്ല. എന്നെ പോലെ നിന്നെ മറ്റാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നീ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. ആ കാലചക്രം തിരികെ വാങ്ങാനായി നീ കളിക്കുന്ന നാടകമാണ് ഇതെല്ലാം. അതിനു വേണ്ടിയാ ഞാൻ നിന്റെ സഹോദരിയാണെന്ന് പോലും പറയാൻ മടിക്കാത്ത അവസ്ഥയിലേക്ക് നീ തരം താഴ്ന്നു പോയത്. എന്റെ മനസ്സിൽ കൊത്തി നിന്റെ രൂപം ഞാൻ എന്നെ അടുത്ത് മാറ്റിയതാ. നിന്റെ ആഗ്രഹം സാധിക്കാനായി അർത്ഥവും വ്യാപ്തിയുമുള്ള സാഹോദര്യ ബന്ധം കളങ്കപ്പെടുത്തി നിന്റെ മുന്നില് നിൽക്കാൻ തന്നെ എനിക്ക് അറപ്പാണ് നന്ദിനി. കാലചക്രത്തിന് വേണ്ടി
നീ എന്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങൾ ഇതോടെ അവസാനിപ്പിച്ചിരിക്കണം. ഇനിയും നീ എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അന്ന് ഞാൻ ചിലപ്പോ നിന്നെ കൊല്ലാനും മടിക്കില്ല നന്ദിനി. നന്ദിനി, നീ സത്യം പറഞ്ഞിട്ടും ഗംഗ വിശ്വസിക്കുന്നില്ലല്ലോ മോളെ. ഗംഗയ്ക്ക് എന്നോട് ഇത്രയധികം വെറുപ്പ് തോന്നാൻ കാരണം ആ മായശക്തിയും അതിന് കൂട്ടുനിന്ന മീനാക്ഷിയുമാണ്. ദേവസേനയെ അവർ തട്ടിക്കൊണ്ടു പോയതുകൊണ്ടാണ് ഗംഗയ്ക്ക് എന്നോട് ഇത്രയധികം വെറുപ്പ്. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ആ മായശക്തിയുടെ അന്ത്യം കാണണം. അതിന്റെ കഥ തീരുമ്പോ ഗംഗയെ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. നീ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് രണ്ടുപേരെയും ഇല്ലാതാക്കും ഞാൻ. അനുഗ്രഹിക്കണേ. അവിടെ നിന്ന് പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? നീ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്? ആ മായശക്തി നീ തമ്മിൽ എന്താണ് ബന്ധം? സ്വയരൂപം മറച്ചു വെച്ച് മായയായി വന്നിട്ട് പോകുന്ന ശക്തി ആരാണ്? അതൊന്നും ഞാൻ പറയൂല. നീ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ കൊല്ലും ഞാൻ. സത്യം എന്തിനെന്ന് പറഞ്ഞാലും ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം. നിന്നെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം.
ചോദിച്ചു കേട്ടില്ലേ? ആരാത്? ഞാൻ പറയും, എന്നെ ഒന്ന് വിട്, എന്നെ വിടാൻ. പറയ്. മായശക്തി വേറെ ആരുമല്ല. അതാരെന്ന് പറയാൻ ഞാൻ. എന്താ? മീനാക്ഷി, മീനാക്ഷി, എന്താ? എഴുന്നേക്ക്. എന്താ നിനക്ക്? മീനാക്ഷി, മീനാക്ഷി, പറ, പറ. എഴുന്നേക്ക്, 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 എഴുന്നേക്കാൻ. ഏയ് മായശക്തി, പിടികൂടുമെന്ന ഭയത്തിലല്ലേ എന്റെ കയ്യിൽ കിട്ടി ഇവളെ നീ കൊന്നു കളഞ്ഞത്? നീ എവിടെ പോയി മറിഞ്ഞിരുന്നാലും നിന്നെ കണ്ടുപിടിച്ച് കൊല്ലാതെ വിടില്ല ഞാൻ. ഇത് സത്യം. എന്താ ആന്റി പറയുന്നത്? അപ്പൊ മീനാക്ഷി കൊടൈക്കനാലുള്ള അമുത ആന്റി അയച്ചല്ലേ? അതേടാ മോനെ, എന്നെ നോക്കാൻ ആളെ അയക്കാന്ന് പറഞ്ഞ അമുത അന്ന് തന്നെ സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. അവൾ ഇങ്ങോട്ട് ആരെയും പറഞ്ഞയച്ചിട്ടില്ല അരുണേ. മീനാക്ഷി ഇക്കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഇത്രയും കാലം അഭിനയിക്കായിരുന്നു മോനെ. അവള് വന്ന ഉടനെ തന്നെ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഒരു കളർ പേപ്പർ എടുത്ത് 2000-ന്റെ നോട്ടാണെന്ന് പറഞ്ഞപ്പോഴേ അവള് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയായില്ലേ? ആന്റി, കൃത്യമായിട്ട് അന്വേഷിക്കാതെ ഇവിടേക്ക് എന്തിനാ ആന്റി ജോലിക്കെടുത്ത്? ഞാൻ വിചാരിച്ച പോലെ തന്നെ അവളെ ഇങ്ങോട്ട് അയച്ചപ്പോ ഞാൻ കരുതിയത് അമുത തന്നെ പറഞ്ഞു വിട്ടതായിരിക്കുമെന്നാ. അമുത അയച്ച ആളെ കുറിച്ച് ഞാൻ പിന്നെ എന്തന്വേഷിക്കാനാടാ? ആന്റിക്ക് അവളെ ഭയങ്കര വിശ്വാസമായിരുന്നില്ലേ? എന്നാ അവളോ ദേവസേനയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അവസ്ഥ വരെ എത്തിച്ചില്ലേ കാര്യങ്ങള്? അല്ല മോനെ, അവളെന്ത് കാര്യത്തിനായിരിക്കും കൊച്ചിനെടുത്തോണ്ട് പോയത്? ആ മീനാക്ഷി നന്ദിനിയുടെ ആളാണ്. നന്ദിനി പറഞ്ഞതനുസരിച്ചാണ് അവള് മോളെ തട്ടിക്കൊണ്ടു പോയത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? മാധവിയാണ് പറഞ്ഞത്. ഓ, ഇവിടെ ഞങ്ങളാരും അറിയാതെ അപ്പൊ ഇങ്ങനൊരു സംസാരം നടന്നിരുന്നു അല്ലേ? കൊട്ടാരത്തിലെ മരുമോളുടെ അധികാരം കാണിച്ചതായിരിക്കും. നന്ദിനി ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ ഞാൻ കരുതിയേ. പക്ഷെ അവള് നമ്മളെ നോക്കാനായിട്ട് ആളെ അയക്കുന്ന അവസ്ഥ വരെ എത്തിയില്ലേ കാര്യങ്ങള്. നന്ദിനി മീനാക്ഷിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാഞ്ഞിട്ടും ഇതിന്റെ എല്ലാം പഴി കേൾക്കേണ്ടി വരുന്നത് നന്ദിനിക്കാണല്ലോ. എത്രയും പെട്ടെന്ന് അവളെ ഇതെല്ലാം അറിയിക്കണം. മീനാക്ഷി നന്ദിനിയുടെ ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമെന്നായപ്പോ അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതാ മോനെ. നമുക്ക് ആർക്കും അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അവളെ പോലൊരു പഠിച്ച കളിയെ ഞാൻ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. അവളുടെ ഫോട്ടോ പോലെ ഒരു പെണ്ണത്താ. ഞാൻ എന്റെ പാർട്ടിക്കാരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അവൾ ഇവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു, അല്ലാതെ അവളുടെ ഫോട്ടോ ഇവിടെ ആരുടെയിലാ ഉള്ളത്? നന്നായിട്ട് ആലോചിച്ച് നോക്കാം നിങ്ങളെ. എല്ലാവരുടെയും ഫോണിലൊന്ന് തെരഞ്ഞു നോക്ക്. അവളുടെ ഫോട്ടോ ആരുടെയെങ്കിലും ഫോണിൽ പെട്ടിട്ടുണ്ടെങ്കിലോ? ഇതിലുണ്ടോ അച്ഛാ? നമ്മളെ പോലെ വേറൊരുത്തിയുടെ ഫോട്ടോ ഉണ്ട്.
ഒന്നും കൂടി വേഗം വന്നേ. എന്താ ഗംഗേ? അച്ഛാ, പോയി നോക്കാം. വേഗം വാ. എന്താ? ദേ, അവിടെ നോക്കിയേ. അവിടെ. ആരാ ആരാ ധർമ്മ? അയ്യോ, അയ്യോ അച്ഛാ, ഇവിടെ ശരീരം മുഴുവൻ നീലിച്ചു കിടക്കുന്ന കണ്ടില്ല അരുണേ? മണികണ്ഠനെ പോലെ ഇവളും പാമ്പ് കടിയേറ്റ് മരിച്ചാന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ ഇവിടെ നന്ദിനി കൊന്നതായിരിക്കും അല്ലേ അച്ഛാ? അതിനാ സാധ്യത. മീനാക്ഷി നന്ദിനിയുടെ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം നന്ദിനി ഇവളെ കൊന്നു കളഞ്ഞത്. ഇവള് നന്ദിനിയുടെ ആളാണെങ്കിൽ പിന്നെ നന്ദിനി ഇതിനെ എവിടെ കൊല്ലുന്നത്? സംശയിക്കാനൊന്നുമില്ല, നന്ദിനി തന്നെയാണ് കൊന്നത്. അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? മീനാക്ഷിയെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് നന്ദിനി അവളെ കൊന്നത്. ചെറുപ്പം മുതലേ നന്ദിനിയെ പൂജിച്ചവളാണ് ഞാൻ. യാതൊരു ദാക്ഷിണ്യവും കാട്ടാതെ എന്നെ പോലും കൊല്ലാൻ ശ്രമിച്ചവളാ അവള്. അതിന് മടിക്കാത്തവള് അവളുടെ കൂട്ടാളി പിടിയിലായാലും എങ്ങനെ വെറുതെ വിടും? അതാ കൊന്നു കളഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? പെട്ടെന്ന് പോലീസിനെ അറിയിക്കാൻ നോക്ക്. എടാ അരുണേ, ആ? ഫോൺ ചെയ്ത് നിന്റെ അച്ഛനോട് വരാൻ പറയേ. ആ, ശരി ആന്റി. ആ പറയടാ. അച്ഛാ, എവിടെയാ ഉള്ളേ? ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അച്ഛാ, കാർ എങ്ങോട്ടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യും. പറ മോനെ, എന്തിനാ വിളിച്ചേ? പേടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. നീ എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യേ. ആ ഓക്കെ, ശരി അച്ഛാ, വെക്കുകയാണേ. ഈ വീട്ടിൽ ഇപ്പോൾ ഒരു മരണം നടന്നല്ലേ ഉള്ളൂ, അതിനുള്ളിൽ വീണ്ടും വന്നോ? അതെ സാർ, എന്ത് ചെയ്യാനാ? ആ വന്നങ്ങളെ. സ്ട്രെച്ചർ കൊണ്ടുവരാൻ പറയും. ശരി സാർ.
സാർ എന്താണ് സാർ ഈ കൊട്ടാരത്തിൽ നടക്കുന്നത്? ഈ അടുത്തല്ലേ ഇവിടെ ഒരാൾ പാമ്പ് കടിച്ചു മരിച്ചത്? ഇപ്പൊ ദേ വേലക്കാരി അതുപോലെ പാമ്പ് കടിച്ചു മരിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം കൊടിയ വിഷമുള്ള ഒരു പാമ്പ് ഇവിടെ ഉണ്ടെന്നാ. മുറ്റത്തിങ്ങനെ ഒരു പുറ്റുണ്ടെങ്കിൽ പാമ്പ് എന്തായാലും ഉണ്ടാവും. ആദ്യം ആ പുറ്റിടിച്ച് കള. സാർ, മുമ്പ് ഇവിടെ മരിച്ച വ്യക്തി കുടുംബാംഗമാണെന്ന് പറയുന്നു. എന്നാൽ ഈ പെണ്ണിന് നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല. ഒരു പരിചയമില്ലാത്തവരെ എന്തിനാണ് സാർ ജോലിക്ക് നിർത്തുന്നത്? ആ പെണ്ണിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ എല്ലാവരും എൻക്വയറിക്കായി സ്റ്റേഷനിൽ വരേണ്ടി വരും. വരട്ടെ സാർ. നന്ദിനി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നില്ല അച്ഛാ. ഇനി അവളെ ഇങ്ങനെ വെറുതെ വിട്ടാ നന്ദിനി നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് കൊന്നുകളയോ അച്ഛാ? അതിനൊരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. മാധവി കൃഷ്ണസ്വാമിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അവളിങ്ങ് വന്നോട്ടെ. നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം.